അങ്ങനെ 11 മണിക്ക് എത്തേണ്ട ഇക്ക 9 മണിയായപ്പോഴേക്കും വീട്ടിലെത്തി. എന്നാലും അസിമോള് തളരുവോ? അപ്പോഴാണ് വിപ്പിംഗ് ക്രീം പണിയുന്നത്. അസി, ഇത് നിന്റെ അഹങ്കാരല്ലേ? മര്യാദക്ക് ആ ബട്ടർ ക്രീം വെച്ച് ചെയ്തിരുന്നെങ്കിൽ ഈ പണി വല്ലതും ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കല്ലേ? പക്ഷെ എനിക്ക് ബട്ടർ ക്രീം ഇഷ്ടമല്ലടോ. അങ്ങനെ ഒരു വിധത്തിൽ വിപ്പിംഗ് ക്രീമിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി സെറ്റാക്കി ഫസ്റ്റ് കോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാ. അപ്പോഴാണ് ഗൈസ് അസിമോൾക്ക് മനസ്സിലായത് ഇതുവരെ കിട്ടിയ പണിയേക്കാളും വലിയൊരു പണിയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതെ, താജ്മഹൽ പോലെ ഞാൻ പണിതെന്റെ കേക്ക് ഒരു മിനി പിസ്സ ഗോപുരമായിട്ടും. എന്നാൽ കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതെല്ലാം കണ്ടിട്ട് എൻ്റെ ഇക്ക വന്നിട്ട് പറഞ്ഞു, എടി ഞാനേ പണ്ട് നല്ല അടിപൊളിയായിട്ട് തേപ്പ് പണിക്ക് പോയിട്ടുണ്ട്, ഞാനൊന്ന് നിന്റെ കേക്കിൽ എന്റെ തേപ്പ് പണിയുടെ സ്കിൽസ് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ മുംതാസിന് ഷാജഹാൻ താജ്മഹൽ പണിത് കൊടുത്ത പോലെ എൻ്റെ ചെരിഞ്ഞ ഗോപുരത്തെ ഇക്ക വീണ്ടും താജ്മഹലാക്കി തന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിക്കത് പറഞ്ഞപ്പോൾ വിചാരിച്ചത് ഇക്കക്ക് ഇതൊന്നും വലിയ പിടുത്തില്ല കേട്ടോ. ഞാനില്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു എന്നുള്ള ഒരു മുഖഭാവത്തോടു കൂടി ഇക്ക അങ്ങോട്ട് പോയി. അങ്ങനെ സംഭവ ബഹുലമായി നമ്മൾ കേക്കും ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കി. അപ്പൊ ദേ കിടക്കണ അടുത്ത ട്വിസ്റ്റ്.